ചൂടുകാലം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇടാനാണ് ഇഷ്ടം. അപ്പോൾ നല്ലൊരു ചോയ്സാണ് കഫ്താൻ. കഫ്താൻ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ നല്ല ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിലുള്ള സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ കഫ്താനിൽ നമ്മൾ ഇത്തവണ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്ന ഒലീവ് ഗ്രീൻ കളറിൽ ജോർജറ്റിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ഡിസൈൻ കാണുന്നത് മൽ കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു കഫ്താൻ്റെ പാറ്റേൺ എങ്ങനെയാണ് നോക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ ജോർജറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി ജോർജറ്റിൻ്റെ ഒരു മാറ്റ് ഫിനിഷ് ആണല്ലോ. ഇത് ജോർജറ്റിൽ തന്നെ ചെറിയൊരു ഷൈനിങ് എഫക്റ്റ് വന്നിട്ടുള്ളൊരു പുതിയ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. ആ ഒരു ജോർജറ്റിൻ്റെ ഫ്ലോയിനെസ്സും കൊണ്ട് ആ ഒരു ചെറിയ ഷൈനിങ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പാർട്ടിക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഇടാനും നല്ലതാണ്. അപ്പോൾ ഇത് വിത്ത് ലൈനിങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്രേപ്പ് ലൈനിങ്ങും ബോഡി ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലോട്ട് ലൈനിങ് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ നമ്മൾ വൺ സൈഡിലോട്ട് ഹാൻഡ് വർക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്കിൻ്റെ കോമ്പിനേഷനിലുള്ള ത്രെഡും ചെറിയ ബീഡ്സും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. എ ലൈൻ പാറ്റേണിൽ മൽ കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ് യോക്കിലോട്ട് വന്നിട്ടുള്ളത്. അതിങ്ങനെ 3 പാനൽ കട്ട് പോലെ ഫ്രണ്ട് എൻഡ് വരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മിഡിൽ ചെറിയ ഗ്യാദേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതൊരു ടീൽ ഗ്രീൻ ബ്ലൂവിൻ്റെ ഒരു ചെറിയ ടിഞ്ചും മിക്സും കൂടെ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ റൗണ്ട് നെക്ക് വിത്ത് സ്ലിറ്റ് പാറ്റേണും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സെയിം കളറിൽ തന്നെ ഫാബ്രിക്, അതുപോലെ ലൂപ്പും വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലോട്ട് ആ ബോർഡർ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ ഒരു പാറ്റേൺ ആണ്. ബാക്ക് സൈഡ് നോർമൽ എയർലൈൻ ആയിട്ട് തന്നെ വരും. ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.